എടുത്തത് ആ ചെങ്ങായി തിരുമ്പുന്നതാ അതും വലിയ അനുപ്പിച്ച് അവിടെ എടുത്ത് നമുക്കത് പറ്റൂലോ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോസാണ് നമ്മളങ്ങനെ മമ്പറം പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ താന്നൂർ ബീച്ച് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് പോകാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ താന്നൂർ ബീച്ച് പോയി. നമ്മൾ പോയ ടൈമിലൊരു 3 മണി ടൈമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ച് ടൈം അവിടെ ഇരുന്ന് പിന്നെ അധികം ഫാമിലിയൊന്നും അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയ ഭാഗത്ത് ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അങ്ങോട്ടൊരു വൈകുന്നേരമാണ് എത്തിയത് കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്ത് പാലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, അപ്പോൾ അവിടെ മക്കളോട് കുറച്ച് സമയം അവിടെ കളിക്കാൻ പറഞ്ഞ് പിന്നെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലൊക്കെ എല്ലാം ഇതുണ്ടായിരുന്നു തൊയിരക്കെട്. അപ്പോൾ കുട്ടികളവിടെയൊക്കെ കാലിന് വൃത്തിയിരുന്ന് അവിടെ നീട്ടിയിരുന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഓടിപ്പാഞ്ഞ് നടന്ന്. ആ ടൈമുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വിട്ടാലേ നമ്മൾ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര പൊറുതിയിടാണ് ഇട്ടത്. നമുക്ക് എങ്ങനെയായാലും ഒന്നും നടക്കില്ല, കാരണം വീട്ടിലത്തെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ അങ്ങനെ സ്റ്റക്കായി കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എഡിറ്റ് ചെയ്യാം. കിളി കിളി കിളിനെ പിടിച്ചോണ്ടേ മെല്ലെ മെല്ലെ നടക്ക. ഓടിക്കോ ഓടിക്കോ പിടിച്ചാ ഓടിക്കോ. ഓട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഓട്. പിടിച്ച മെല്ലെ പോയി പിടിക്കോ. ആ തരുന്നു തരുന്നു. അതാ പോയി 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 ഇനി അവിടെ പോരെ പോയി. പിന്നെ അതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം നമ്മളവിടെ ഐസേരം വന്നപ്പോൾ എല്ലാവരും ഐസൊക്കെ വാങ്ങി തന്നിട്ടോ. കാരണം ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ കഴിഞ്ഞിരുന്നേനു. അപ്പോൾ എന്ത് ചെയ്ത് പിന്നെ ഐസ് വാങ്ങി കഴിച്ചു. പിന്നെ കുഞ്ഞൻ പോയിട്ട് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങി കൊടുന്നു കേട്ടോ. അനുസരിച്ചൊക്കെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. റസൂന അത് പറഞ്ഞേക്കും പശു അവിടേക്ക് ഞാൻ എല്ലാവരും കൂടെ പെടുത്താം. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, ഫോട്ടോ അധികം എടുക്കാറില്ല കേട്ടോ, അപ്പോൾ വീഡിയോ ആണ് ഓർമ്മ വരിക. അങ്ങനെ വീഡിയോസ് എടുത്ത് പിന്നെന്താ പറയുക, നമ്മൾ ഈ പാർക്ക് പോയാലും നമുക്ക് പല ചിന്തകളും ഇങ്ങനെ വരും കേട്ടോ. പക്ഷെ നമ്മൾ കടൽ തീരത്ത് പോയണ്ടല്ലോ നമുക്ക് ഒരു ചിന്ത വരില്ല. മനസ്സ് സത്യത്തിലൊരു ഫ്രീ ആയിട്ടുള്ള ടൈം അപ്പോഴായിരിക്കും. ആകെ മനസ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒരു ചിന്തയില്ലാതെ കൊടുക്കാൻ പറ്റിയൊരു ടൈം എൻ്റെ ഒരു അഭിപ്രായം കടൽ തീരമാണ് കേട്ടോ. കാരണം നമ്മൾ കടൽ തീരത്ത് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ അള്ളാനെ ഓർക്കും കേട്ടോ. കാരണം അതിൻ്റെ ആയം, അതിൻ്റെ അറ്റം, കണ്ണെത്താ ദൂരത്തുള്ള അറ്റും ആ ബോട്ട് പോക്കും ഒക്കെ നമുക്ക് കൊണ്ടുവച്ചാളാ.
ഒന്നവിടെ അപ്പോൾ നമ്മളെ റീനുവിൻ്റെ ചെരുപ്പ് അതിൻ്റെ അടിയിൽ കടൽ കൊണ്ടുപോയിട്ടു. ഒരു പ്രാവശ്യം കൊണ്ടുപോയി ഓളെങ്ങനെയൊക്കെ എടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ടു. അപ്പോൾ ഞാൻ ചെരുപ്പ് പോയിക്കോട്ടെ ഇനി വേണ്ട. പക്ഷേ കുഞ്ഞാൻ നല്ല തിരമാല ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെയൊക്കെയോ എടുത്ത് കൊടുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള